ഹായ് ഓൾ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു യാത്രയിലാണ്. വെളുപ്പിന് ട്രെയിൻ കയറിയതാണ്. ഞങ്ങൾ 9 പേരുണ്ട്, ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ കുറേ നാളല്ല, വെക്കേഷൻ എവിടെയെങ്കിലും പോകണം എന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ട് കുറേ പ്ലാനുകൾക്കൊടുവിൽ അവസാനം ഒരു പ്ലാൻ എത്തി. എന്നിട്ടും ഞങ്ങൾ 3 പേര് മിസ്സൗട്ടായിപ്പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയേക്കാണ്. വർക്കല 8:45 ഞങ്ങളവിടെ എത്തി. ഞങ്ങളാദ്യം അവിടെ നിന്ന് ഇറങ്ങി എല്ലാം ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് പോയതുകൊണ്ട് ആകെ ഒരു അറുപറി ആയിരുന്നു. ഇത് ചെയ്യണമെങ്കിൽ ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് കേരള ബാംബു ഹൗസ് എന്നുള്ള ഒരു റിസോർട്ടിലേക്ക് എത്തിയത്. അവിടെ ഇന്ന് സ്റ്റേ ആണ്. കേരള ബാംബു ഹൗസ് ഓൾറെഡി ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തതാണ്. ഞങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് നല്ലൊരു റിസോർട്ട് നിയർ ബൈ ബീച്ച് നോക്കി അവിടെ പ്രീ ബുക്ക് ചെയ്യേണ്ടത്. അവിടെ ഒരു 2 റൂം ഞങ്ങൾ എടുത്തിരുന്നു. 6000 റുപ്പീസ്. നല്ല അഫോർഡബിൾ റേറ്റ് ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഫുഡൊന്നും അതിലില്ല. പക്ഷേ എന്നാൽ നല്ല ഭംഗിയുള്ള ആംബിയൻസും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് ഇതൊക്കെയുള്ള സ്ഥലമാണ്. ഇത് അന്നു ആകെ നടന്ന ഉഷിത തന്നെ പറയുന്നത്. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. നടക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇല്ല, നമുക്കിങ്ങനെ കണ്ട് നടക്കാനുള്ള സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പം ഞാനും അവളും കൂടി ഒന്ന് ജസ്റ്റ് ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. ഈവനിങ് എന്ന് പറയാൻ പറ്റില്ല, മോർണിംഗ് വാക്ക് തന്നെയാണ്. മോർണിംഗാണ് എത്തിയത്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് മാംഗ്രോവ് റൂട്ട്സ് എന്ന് പറയുന്നത് മാംഗ്രോവ് കയാക്കിംഗ് ആയിരുന്നു ആദ്യത്തെ പ്ലാൻ. ഞങ്ങളവിടെ എത്തിയപ്പോഴാണ് അവർ പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കൺട്രി ബോട്ടിങ്ങിന് പോയാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഞങ്ങൾ കൺട്രി ബോട്ടിംഗ് എന്ന് പറഞ്ഞൊരു ചൂസ് ചെയ്തു. അതും 3000 റുപ്പീസാണ്. ഈ കേരള ബാംബു ഹൗസിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ്, 15 അല്ല, ഒരു ഹാഫ് ആൻ അവർ ഉണ്ടാകും അങ്ങോട്ട് ഈ സ്ഥലത്തേക്കുള്ളൊരു യാത്ര എന്നുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ട്രാവൽ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തിരക്കുകൾക്കിടയിൽ നിന്ന് ശാന്തം, എന്താ പറയുക, പീസ്ഫുള്ളായിട്ടുള്ളൊരു കാമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വെയിലുണ്ടായിരുന്നു, അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ നമുക്ക് കൊടയൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലാതെ നമ്മൾ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയിരുന്നു. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കുട്ടികൾക്ക് വരെ, അന്നുവിന് വരെ ജാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി സേഫ്റ്റി ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് 10 അടി മുകളിൽ ആളുണ്ടെന്നൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ, അത്രയും ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പ്രവിയ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുമ്മാ, അതൊന്നും തുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടനാണ് ഹെൽപ്പ് ചെയ്തിരുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ളൊരു യാത്ര കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. നമുക്ക് എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല, അത്രയും ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര കാം, അതുപോലെ കാറ്റുണ്ടായി, തണുപ്പുണ്ടായി, എല്ലാം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ അവിടെ ചെന്ന് കൺട്രി ബോട്ടിങ് ചെന്ന് അവിടെ അറ്റൊക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഷാലോ വാട്ടറിൽ ഇറങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട്. അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഇറങ്ങുന്ന ഒരു ഇതാണ് കാണുന്നത്. ഓൾറെഡി കുറേ എണ്ണങ്ങളൊക്കെ ചാടിയിട്ടുണ്ട്. കുട്ടികളൊക്കെ എടുത്ത് ഞാനും അന്നും കൂടി ഇറങ്ങി. ഞങ്ങൾ അത്രേ ഉള്ളൂ വെള്ളം, നമ്മൾ നിൽക്കാനുള്ള ഭാഗത്തിൽ വെള്ളമുള്ളൂ. ഇപ്പോൾ റാബീനെ ഇറക്കാനുള്ള പെടാപ്പട, റാബിയുടെ കുഞ്ഞാണ് കളിക്കുന്നത് ബാല. റാബിനെ ഇറക്കാനുള്ള പെടാപ്പട കാണിക്കുന്നത്. റാബിക്ക് ചെറിയൊരു വാട്ടർ ഫോബിയ ഉണ്ട്. അപ്പോൾ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ 500 രൂപ കൊടുത്ത കാരണം മുതലാക്കേണ്ടത് ഞങ്ങൾ പിടിച്ചിറക്കുന്നതാണ്. എന്നിട്ട് അവിടെ വെള്ളത്തിൽ എന്തുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ബഹളം ആകെ ശരിക്കും പറഞ്ഞാൽ റാബിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെള്ളം. പക്ഷേ എന്നാലും കാര്യമില്ല, ഇത് വേറെ സ്ഥലമല്ലേ, ഇത് കടലാണെങ്കിൽ കുഴപ്പമില്ല, ഇത് പേടിയാന്നൊക്കെ പറഞ്ഞാൽ ബഹളം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നില്ല. ഗായത്രി ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഗായി നീന്താൻ നന്നായിട്ട് അറിയാം. അപ്പം ഇവള് ജാക്കറ്റ് ഊരിക്കോട്ടെ പുള്ളിയോട് ചോദിച്ചു. പക്ഷേ പുള്ളി പറഞ്ഞു പോലീസുകാർ ഇങ്ങനെ റൗണ്ട്സല്ല ഇങ്ങനെ നോക്കും ഇടയ്ക്ക്. അപ്പം ഇത് ഊരി കഴിഞ്ഞാൽ പ്രശ്നമാവും, അപ്പം ജാക്കറ്റ് ഊരണ്ടാന്ന് പറഞ്ഞു. അതൊരു കണക്കിന് നല്ലതാണ്, നമുക്ക് സേഫ്റ്റി ആണല്ലോ, പോയിട്ട് ഊരണ്ട. ഇത് നീനുവിനെ നീന്താൻ പഠിപ്പിക്കുന്നത് കണ്ടത്. ആക്ച്വലി കാല് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതുള്ള കാരണം നമ്മൾ പൊങ്ങിപ്പോവും. കാല് വീണ് തിരിച്ച് നീന്താൻ അറിയാത്തവരുടെ പ്രശ്നമാണ്, കാല് പൊങ്ങിപ്പോവും. അപ്പോൾ പ്രേക്ക് നീന്താൻ അറിയാം. അപ്പോൾ പ്രേവി നീനുവിനെയും കൊണ്ട് പോവുകയാണ്. അവിടെ കൊണ്ടുപോയി കാഴ്ച എടുത്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ പ്രേവി നിൽക്കുന്നുണ്ട്, അവിടെ അപ്പുറം വരെ നമുക്ക് കാലെത്തും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കാല് നമ്മൾ മുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ജാക്കറ്റുള്ളതുകൊണ്ട് പോവാം, പക്ഷേ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാന്ന് കാരണം ഞാൻ അങ്ങോട്ട് പോവില്ല. ഇപ്പം ഞാൻ നിൽക്കുന്നിടത്തോളം അത്രയും വെള്ളം അങ്ങനെയുണ്ട്. ഇത് ഇത്ര ഉള്ളൂ, കണ്ട ഇതൊക്കെ മുട്ടിൻ്റെ അവിടെ വരെ വെള്ളമുള്ളൂ. എന്നാലും ഇവിടെയാണ് അധികം, ഇവിടെ ഒത്തിരി നമ്മുടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഒത്തിരി വെയിലായിരുന്നു. ഇവിടെയൊക്കെ അധികം തണുപ്പായതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങനെ പോകാണ്ടിരിക്കുന്നതാണ് പ്രശ്നം. അന്ന് വെള്ളത്തിന് കയറുന്നുണ്ടായില്ല, അന്ന് അത്ര എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൾ ചെറുതായതുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഊര് പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു.
അപ്പോൾ എനിക്ക് പേടിയായി, ഇനി നമ്മളെങ്ങാനും പോവോ വീടോ. അവളാണെങ്കിൽ ആകെ എന്താ ആകെ ഒരു വെള്ളം കണ്ടിട്ട് ഭ്രാന്ത് പറഞ്ഞ പോലെ കിടന്ന് പിടയ്ക്കുമായിരുന്നു. എനിക്ക് ഇറങ്ങണം അമ്മ കയറ്റാൻ നോക്കിയിട്ട് സമ്മതിക്കാത്ത അത്. എനിക്ക് മതിയായി, കുറേ നേരം വെള്ളത്തിൽ കിടന്നപ്പോൾ എനിക്ക് ആകെ ടയേർഡായി ഞാൻ. അപ്പം ഞാനിങ്ങനെ പയ്യെ കയറാമെന്നൊക്കെ പറഞ്ഞ് ഇതാണ് ചാരു വീഡിയോസ് എടുക്കുകയാണ്. ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് ചാരുവിൻ്റെ ഫോണിലാണ്. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതായത് നമ്മളിങ്ങനെ ആകെ രാവിലെ വെളുപ്പിന് തന്നെ ഇറങ്ങിയാണല്ലോ, അത് ഭയങ്കര റഷായിപ്പോയി. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യാത്ര പോയി കഴിയുമ്പോൾ എല്ലാവരും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്ലാൻ അനുസരിച്ചൊന്നും നടക്കത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഇത് വരും. പിന്നെ അതിനുള്ള രീതിയിൽ ആ താളത്തിനൊത്ത് എന്താ പറയുക, അതിനൊത്ത് അങ്ങോട്ട് പോവാം എന്നുള്ളത് പറയുമല്ലോ, അതേപോലെ ആയിപ്പോയി. പിന്നെ ഇവിടെ പോയപ്പോൾ എല്ലാവരും 2 മണിക്കൂറാണ് നമുക്ക് അവിടെ ഉള്ളത് സ്പെൻഡ് ചെയ്യാനുള്ളത്. 2 മണിക്കൂർ കൺട്രി ബോട്ടിങ്ങിന് നമുക്കൊരു 10 പേരെയാണ് ഒരു ബോട്ടിൽ കൊണ്ടുപോവുക. 10 പേർക്കും കൂടി 3000 രൂപയുള്ളൂ. 3000 എന്ന് വെച്ചാൽ അവിടുത്തെ അഫോർഡബിൾ റേറ്റ് എന്നാണ് പറഞ്ഞത്. നമ്മൾ വേറെ ഒന്നും ചെക്ക് ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളൊക്കെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്, നമുക്ക് എല്ലാവരും കൂടി ഒപ്പം പോകാൻ. പിന്നെ അവസാനം വന്ന് വർക്കലയിൽ പെട്ടതാണ്. വർക്കല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി ഞങ്ങളങ്ങനെ ദൂരേക്കൊന്നും പോയിട്ടില്ല. എപ്പോഴും നമ്മൾ ആരെങ്കിലും കാർ എടുക്കുന്നു, കാറിൽ നിയർ പ്ലേസിൽ പോയി സ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ സ്റ്റേക്കേഷനൊക്കെ ആണെങ്കിലും ഞങ്ങളങ്ങനെ നിയർ ബൈ എറണാകുളം വിട്ട് കളിയില്ല എന്നുള്ള മട്ടിലൊക്കെ ആയിരുന്നു. അതായത് ഒത്തിരി കാറിൽ പോകുന്നില്ല, അങ്ങനെ എറണാകുളം തൃശ്ശൂർ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കണമെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ദൂരേക്ക് പോയത്. അപ്പോൾ ട്രെയിനിൽ വണ്ടി എടുക്കാമെന്ന് വെച്ചാൽ നല്ല എക്സ്പെൻസാണ്. അപ്പോൾ ഞാൻ ട്രെയിനിൽ പോയപ്പോൾ അതങ്ങനെ ഒരു രീതിയിൽ അഫോർഡബിളായി കിട്ടി എന്നുള്ളത്. അപ്പോൾ ട്രെയിനിൽ ഞങ്ങളവിടെ എത്തി. ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ചു. പിന്നെ ഈ കൺട്രി ബോട്ടിങ്ങിൻ്റെ കൺട്രി ബോട്ടിങ്ങിലേക്ക് കാർ എടുത്തിട്ടാണ് പോയത്. പിന്നെ ഇവിടെ വേറെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, കയാക്കിങ്, പിന്നെ പെഡൽ ബോട്ടിങ്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. സ്പീഡ് ബോട്ട് കുറച്ചുപേരൊക്കെ ആയിട്ട് പോയി കയാക്കിങ്. പക്ഷെ അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫോൺ ഇടാൻ വേണ്ടിയിട്ടൊരു ബാഗ് പോലത്തെ ഒരു സാധനം കിട്ടും. അപ്പോൾ അതിൽ നമ്മുടെ ഫോൺ ഇട്ട് വെക്കണം ആക്ച്വലി. അല്ലെങ്കിൽ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പണിയാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതായിട്ട് നമ്മൾ തിരിച്ച് പോരുവാണ്. ടയേർഡായി തിരിച്ചു പോരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഓരോ വെയിലുണ്ട് കേട്ടോ. ഇടയ്ക്ക് മഴ വരും, അതായത് മാനം ഇങ്ങനെ കറക്കും, ഇടയ്ക്ക് വെയിൽ വരും, അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു മൊത്തത്തിൽ. പ്രവിയുടെ തുഴയിൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ചാരുവിന് തുഴയണമെന്ന് പറഞ്ഞു. ചാരുവിനെ കൊണ്ട് തുഴയിപ്പിക്കുന്നതാക്കാൻ ചുമ്മാ ഓരോ ഷോ ഇറങ്ങുന്നതാണ് ഒരാൾ. ഞങ്ങൾ തിരിച്ചു പോകുന്നതിനിടയ്ക്ക് ഓരോരോ അതിൻ്റെ അടിയിൽ നമ്മൾ ഇത് പറയും, കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടി പോകുമ്പോൾ താഴെയുള്ള വഴിയല്ല താഴെയുള്ള പുഴ കായൽ എന്തോ ആയിട്ട് അവിടെ മുഴുവൻ മീനുകളായിരുന്നു, ചെറിയ മീനുകൾ. ഇത് നമ്മുടെ ഗായത്രിയുടെ കുഞ്ഞ് ക്യാമറയിൽ എടുക്കുന്നതാണ്. അവളുടെ കയ്യിലിരിക്കുന്നത് കുഞ്ഞ് ക്യാമറയാണ്. അതിനകത്ത് എടുക്കുന്ന വീഡിയോസൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ടായി കാണാനൊക്കെ. അതിലെടുത്ത ഫോട്ടോസൊക്കെയാണ്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. കഴിഞ്ഞിട്ടുള്ള ബാക്കപ്പ് ഫോട്ടോസൊക്കെയാണ്. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. സൂപ്പർ ഡേ ആയിരുന്നു.